ഇപ്പം നിങ്ങൾക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾക്കോ ചിലപ്പോൾ അമിതമായ വൃത്തി എന്ന് പറഞ്ഞൊരു ശീലം ഉണ്ടാകും. അപ്പോൾ ഈ അമിത വൃത്തിയുള്ളവരെ നമ്മൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് പലപ്പോഴും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. വൃത്തി എപ്പോഴും വളരെ നല്ലതാണ്, പക്ഷെ അമിതമായ വൃത്തി എന്ന് പറയുന്നത് ചുറ്റുപാടുമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം എന്തെങ്കിലും ചെറിയ തരത്തിൽ ഒരു വസ്തു അങ്ങോട്ട് സ്ഥാനം തെറ്റിയിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റമോ ഉണ്ടായാൽ ഈ അമിതവൃത്തി എന്ന് പറയുന്ന പ്രശ്നമുള്ളവർക്ക് അത് വളരെയധികം മാനസികമായ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവരത് എപ്പോഴും ചുറ്റുപാടുകൾ വളരെ ക്ലീൻ ആയിട്ട് ഇരിക്കാനായിട്ട് സൂക്ഷിക്കാറുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ അമിതവൃത്തി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അതായത് അതൊരു മാനസികമായ പ്രശ്നമാണ്, ഭാവിയിൽ അതൊരു ശാരീരികമായ പ്രശ്നമായിട്ട് മാറാനായിട്ട് സാധ്യതയുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമിതമായ വൃത്തിയിൽ ഇവരെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമിതവൃത്തി ഉള്ളവർക്ക് രോഗങ്ങളെ പൊതുവെ പേടിയാണ്. അപ്പോൾ ചുറ്റുപാടും പലതരത്തിലുള്ള അണുക്കളുണ്ടെന്നും ഈ അണുക്കൾ തങ്ങളെയോ തങ്ങളുടെ ബന്ധപ്പെട്ട ആളുകളെയോ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയാണ് ഇവർ ഇത്രയധികം വൃത്തി സൂക്ഷിക്കുന്നത്. അപ്പോൾ അത്രയധികം വൃത്തി സൂക്ഷിക്കുന്നവർക്ക് ഈ അണുക്കളോടുള്ള പേടി വളരെ കൂടുതലായിരിക്കും. അണുക്കളോട് അതുപോലെ തന്നെ രോഗങ്ങളോട്, മാരകമായ രോഗങ്ങളോടെല്ലാം അമിതമായ ഭയം ഇവർക്കുണ്ടായിരിക്കും. അപ്പോൾ ഇവർ ഏത് സമയവും ഒരു ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. എന്തെങ്കിലും രോഗങ്ങൾ തങ്ങളുടെ ചുറ്റുപാടുമുണ്ടോ, ഈ രോഗങ്ങൾ തങ്ങൾക്കോ അതോ അല്ലെങ്കിൽ തങ്ങളുടെ ബന്ധപ്പെട്ട ആളുകൾക്കോ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു പേടിയിലാണ് ഇവർ ഏത് സമയവും ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്തരം രോഗങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് ഒരു ടെൻഷൻ പിടിച്ച് ജീവിക്കുന്നത് കൊണ്ട് ഈ ടെൻഷൻ മൂലമുള്ള പലതരം രോഗങ്ങളും ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്. ഇവരുടെ സ്ട്രെസ് ലെവൽ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്ട്രെസ് ലെവൽ കൂടി പലതരത്തിലുള്ള രോഗങ്ങൾ വരാനായിട്ടുള്ള വളരെയധികം സാധ്യത ഇത്തരം ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളിൽ പരിചയമുള്ള ആർക്കെങ്കിലുമോ ഈ അമിതവൃത്തി എന്ന് പറയുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അതിനെ ഒരു ചെറിയൊരു മാനസിക പ്രശ്നമായിട്ട് കണ്ട് അതിന് വേണ്ട ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.